സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ പള്ളിയാണ്. ചേന്നമംഗല്ലൂർ, കോഴിക്കോട് ജില്ലയിലെ ചേന്നമംഗല്ലൂരിൽ പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഒരു പള്ളി. തികച്ചും പുതുമയുള്ള, ഏറ്റവും മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പള്ളി. ആ പള്ളിയിൽ ലിഫ്റ്റ് സൗകര്യമുണ്ട്, അതിൽ കിച്ചൺ സൗകര്യമുണ്ട്, അതിൽ കോൺഫറൻസ് ഹാളുണ്ട്. വളരെ പരിമിതമായ സ്ഥലത്ത് നിർമ്മിച്ച ഒരു പള്ളി വളരെ മനോഹരമായിരിക്കുന്നുണ്ട്. അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. നമുക്ക് പള്ളിയുടെ എഞ്ചിനീയറെ പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. ഞാൻ പേര് അമാനുള്ള. പള്ളിയുടെ എഞ്ചിനീയറുകളാണല്ലേ? പള്ളിയുടെ രൂപകൽപ്പന ചെയ്തത് നമ്മുടെ ആർക്കിടെക്ട് ജാഫറിലാണ്. ബാക്കി നിർമ്മാണത്തിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം എന്നെ നിശ്ചിതമായിരുന്നു. അൽഹംദുലില്ലാ, ഞാനത് കഴിഞ്ഞ പരമാവധി നന്നായി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കയറി കാണി എന്നിട്ട് വിലയിരുത്തി. ഈ പള്ളിയിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉള്ളത്? പള്ളി ചുരുക്കി പറയാം, നമ്മളെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് റോഡിന്റെ എക്സ്പാൻഷൻ വന്നത് മുതൽ നമ്മളെ പള്ളിയുടെ മുൻഭാഗത്തുള്ള അബ്ലൂഷൻ പുതു എടുക്കുന്ന ഏരിയ കംപ്ലീറ്റ് നമുക്ക് പൊളിക്കപ്പെടേണ്ടി വന്നു. അങ്ങനെ പള്ളിയുടെ സൗകര്യങ്ങൾ അസൗകര്യങ്ങളായി മാറി. അതിനുശേഷം നമ്മൾ ആർക്കിടെക്ട് ജാഫറിലുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ സൈറ്റിലേക്ക് നമുക്ക് 8.25 സെന്റ് സ്ഥലമുള്ളൂ. 8 സെന്റ് സ്ഥലമുള്ളൂ. തടിക്കല് നമുക്ക് 8 സെന്റ് സ്ഥലമുള്ളൂ. അതിൽ ചെയ്യാവുന്നതിന്റെ മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് പള്ളിയിലുള്ളത്? സംബന്ധിച്ചിടത്തോളം പാർക്കിംഗ് സ്പേസ് ഉണ്ട്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്, സ്പെഷ്യലി പിന്നെ കോൺഫറൻസ് ഹാൾ ഉണ്ട്. കോൺഫറൻസ് ഹാൾ ഉണ്ട്. ആദ്യമായിട്ടാണ് ഒരു പള്ളിയിൽ കോൺഫറൻസ് ഹാൾ ഉള്ളത്. കിച്ചൺ ഉണ്ട് എന്ന് പറയുന്നത്. കിച്ചൺ ഉണ്ട്, പാൻട്രി ഉണ്ട്, സൗകര്യമുണ്ട്. എല്ലാ ഫ്ലോറിലും ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്, ലിഫ്റ്റ് ഉണ്ട്. എല്ലാ രീതിയിലും ആധുനികമായിട്ട് ചെയ്യാവുന്നതിന്റെ എല്ലാ സംഭവങ്ങളും നമ്മുടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് സൈറ്റ് ഒന്ന് കാണാം. തീർച്ചയായിട്ടും. ഏറ്റവും മനോഹരമായിട്ട് പള്ളി ഉണ്ടാക്കി എന്നുള്ളതാണ്. പരിമിതമായ സ്ഥലത്ത് ഏറ്റവും മനോഹരമായിട്ട് പള്ളി പുനർനിർമ്മിച്ച ഒരു സംഗതിയാണ് കാണാൻ സാധിച്ചത്. പള്ളിയിലും കാണാത്ത ഒരു സംഭവമാണ്. നമ്മള് എല്ലാ ഫ്ലോറിലേക്കും ലിഫ്റ്റ് സൗകര്യം ചെയ്തിട്ടുണ്ട്. ലിഫ്റ്റിലേക്ക് കയറാം. സാധാരണ ഏതെങ്കിലും ഭിന്നശേഷിക്കാരോ പ്രായം ചെന്ന ആളുകളോ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പള്ളിയിലേക്ക് റാമ്പ് സൗകര്യമുണ്ട്, വീൽ ചെയറിൽ വരാം, എന്നിട്ട് ലിഫ്റ്റിലൂടെ മുകളിലേക്ക് പോകാനുള്ള സൗകര്യമാണുള്ളത്. നമുക്ക് പോകാം. പള്ളിയുടെ ഉൾഭാഗത്ത് കയറിയപ്പോ ഒറ്റ പില്ലറും കാണുന്നില്ലല്ലോ. ഈ ഒരു സംഗതി എങ്ങനെ അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ആക്ച്വലി ഇത് നമ്മള് നിലവിൽ നിർത്താവുന്ന പള്ളിയുടെ ഒരുവിധം പാർട്ടുകളൊക്കെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. അതിന്റെ കൂടെ സ്റ്റീൽ സ്ട്രക്ചർ, സ്റ്റീലിന്റെ ബീമും കോളംസും ചെയ്തിട്ട് സെന്ററിലുള്ള പില്ലറുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്തുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു മെത്തേഡാണ്. അതെ അതെ, പൂർണ്ണമായിട്ട് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ള സ്റ്റീലിലാണ്. കോൺക്രീറ്റിന്റെ അളവ് വളരെ പരിമിതമാണ്. സ്റ്റീല് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് വെൽഡ് ചെയ്തിട്ട് ആ സൗകര്യത്തോട് കൂടിയിട്ടാണ് പുതിയ മാളുകളൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു സൗകര്യത്തോട്, ഗൾഫ് സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സ്റ്റീലൊന്നും കാണാൻ സാധിക്കില്ല, പില്ലറുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പുതുമയായിരുന്ന നല്ല സൗകര്യത്തോടു കൂടിയാണ് പള്ളി ഉണ്ടാക്കി. നമ്മളെ വീടുകളും പരിസരവും ഒക്കെ നന്നാക്കാറുണ്ട്, ഭംഗിയാക്കാറുണ്ട്. ആ അർത്ഥത്തിൽ ഭംഗിയാക്കിയിട്ടുള്ള ഒരു പള്ളിയാണ്, പുതുക്കിപ്പണിത ഒരു പള്ളിയാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞു. ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിലെ ചേന്നമംഗല്ലൂരുള്ള ഈ പള്ളി നിങ്ങൾ വരണം, കാണണം. അതുപോലെ തന്നെ പള്ളികളൊക്കെ നന്നാകേണ്ടതുണ്ട്. ഏത് ആരാധനാലയവും മനോഹരമാകേണ്ടതുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ വരണമെന്ന് കൂടി അറിയിച്ചുകൊണ്ട്, കാണണമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. താങ്ക് യു.